നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസിനെ സ്വാഗതം. ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ഫസ്റ്റ് ആർട്ടിക്കിൾ എഡിറ്റോർ പേജിൽ ആർട്ടിക്കിളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എലിമിനേറ്റിംഗ് ഡിസീസസ് വൺ റീജിയൻ അറ്റ് എ ടൈം എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഡിസീസിനെ കുറിച്ചാണ്. ബേസിക്കലി ഇപ്പോൾ നമ്മളത് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പോകുന്നതാണ് ആ ഒരു ഡിസീസ്. ഗ്ലോബലി പറയുവാണെങ്കിൽ സ്മോൾ പോക്സിന് ശേഷം രണ്ടാമതായിട്ട് ഗ്ലോബൽ ലെവലിൽ പറഞ്ഞ പോലെ എലിമിനേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഡിസീസിനെ കുറിച്ചാണ് ഈ ആർട്ടിക്കിളിനകത്ത് ഹെഡ്ലൈൻ പറഞ്ഞ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു ഡിസീസിന്റെ ബേസിക്കലായിട്ടുള്ള നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുനിയ വേം ഡിസീസ് എന്നുള്ളതാണ്. ഗുനിയ വേം ഡിസീസ് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അസുഖം, ആ ഒരു ഡിസീസ് ഈ പറഞ്ഞ സ്പ്രെഡ് ചെയ്യുന്നത്, എന്തിലൂടെയൊക്കെയാണ്, ഏത് മാർഗത്തിലൂടെയൊക്കെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ബേസിക് കോസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ ഉപരിയായിട്ട് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ആർട്ടിക്കിളായിട്ടാണ്. സോ എന്തായാലും നമ്മളതുകൊണ്ട് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 വരുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള സയൻസിന് വിത്ത് റെസ്പെക്ട് ആയിട്ടായിരിക്കും ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ പറയുവാണെങ്കിൽ ഫസ്റ്റ് പേപ്പറിനകത്തെ സയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂലും ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് മെയിൻലി ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ സീക്ക വൈറസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ചിക്കൻ ഗുനിയ, മലേറിയ, ഡെങ്കു തുടങ്ങിയ ഒരു ഡിസീസിനൊക്കെ നമ്മൾ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് ഡിസ്കസ് ചെയ്തായിരുന്നല്ലോ. അതേ വ്യൂ പോയിന്റിലായിരിക്കും ഈ ഒരു ഡിസീസിനെയും, ഗുനിയ വേം ഡിസീസിനെയും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ആർട്ടിക്കിൾ വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ നോൺ ആസ് കാർട്ടർ സെന്റർ, എ ലീഡർ ഇൻ ഗ്ലോബൽ എലിമിനേഷൻ ആൻഡ് ഇറാഡിക്കേഷൻ ഓഫ് ഡിസീസ് ആണ്. ഇവരുടെ റീസെന്റ് ആയിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ഗ്വിനിയ വേം ഡിസീസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ക്ലോസ് ടു ഇറാഡിക്കേഷൻ. ലോകത്തെമ്പാടും നമ്മൾ തുടച്ചു നീക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി നിൽക്കുകയാണെന്നുള്ളതാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. റീസെന്റ് കഴിഞ്ഞ മാസം ഈ പറഞ്ഞ പോലെ നമ്മുടെ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ ഗുനിയ വേം ഡിസീസ് ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാൻ പോവാണ്, ഇറാഡിക്കേഷന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത് ഇറാഡിക്കേഷന്റെ ഭാഗമായിട്ട് എത്തി നിൽക്കുന്നതെന്ന് പറയാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏകദേശം പറയുവാണെങ്കിൽ 1986 കണക്കുകൾ നോക്കുവാണെങ്കിൽ ലോകത്തെമ്പാടും 21 രാജ്യങ്ങളിലായിട്ട് 3.5 മില്യൺ ആൾക്കാർ ഈ പറഞ്ഞ കേസസ്, ഈ ഒരു ഗുനിയ വേം ഡിസീസിന്റെ കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെറും 2023 ലാസ്റ്റ് കണക്കുകൾ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും 13 രാജ്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ കെയിം ഡൗൺ ടു 13 ഇൻ 5 കൺട്രീസ് ഇൻ 2023. അതായത് ഈ പറഞ്ഞ 13-ൽ 5 രാജ്യങ്ങളിലേക്കും, അത് പതുക്കെ 21-ൽ പിന്നെ 13, അത് പിന്നെ ഈ പറഞ്ഞ പോലെ 5 രാജ്യങ്ങളിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുകയാണെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വിത്ത് കമ്പൈൻഡ് റിഡക്ഷൻ ഓഫ് 99.99%, 99% നമ്മൾ കേസുകൾ അത് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് വുഡ് ബി ദ സെക്കൻഡ് ഡിസീസ് ആഫ്റ്റർ സ്മോൾ പോക്സ് ടു ബി ഇറാഡിക്കേറ്റഡ് ഗ്ലോബലി ആൻഡ് ദ ഫസ്റ്റ് വൺ വിത്ത് നോ നോൺ മെഡിസിൻസ് ഓർ വാക്സിൻസ്. ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പ്രിലിംസിന് വളരെയധികം പ്രാധാന്യമായിട്ട് മാറിയേക്കാം. കാരണം കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഗുനിയ വേം ഡിസീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് തന്നെ ചോദ്യം ചോദിക്കാം. അപ്പോൾ അവിടെ ഓർത്തിരിക്കുക, ഇത് ഓൾമോസ്റ്റ് ഇറാഡിക്കേഷന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. 100% ഇറാഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ പോക്സിന് ശേഷം ലോകത്ത് നിന്ന് നമ്മൾ തുടച്ചു നിൽക്കുന്ന രണ്ടാമത്തെ ഡിസീസ് ആയിട്ട് ഏത് മാറും, ഈ ഒരു ഗിനിയ വേം ഡിസീസ് മാറുമെന്നുള്ള കാര്യം ഓർക്കാം. ആൻഡ് അതിന്റെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ വിത്ത് നോ നോൺ മെഡിസിൻസ് ഓർ വാക്സിൻസ്. ഇപ്പം നിലവിൽ പറയുവാണെങ്കിൽ നാളിതുവരെയായിട്ടും ഈ ഗിനിയ വേം ഡിസീസിന് ഒരു നോൺ മെഡിസിനോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സ്പെസിഫിക് ട്രീറ്റ്മെന്റ്സോ വാക്സിൻസോ ഒന്നും തന്നെ അവൈലബിൾ അല്ല. എന്നിട്ടും കൂടിയാണ് ഈ ഒരു അസുഖം പതുക്കെ ഗ്രാജുവലി ഈ പറഞ്ഞ പോലെ ലോകത്ത് നിന്നും ഇറാഡിക്കേറ്റഡ് ആകുന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ ആ ഒരു സെൻസിൽ അത് ആദ്യത്തെ ഒരു ഡിസീസ് ആയിരിക്കും. ലോകത്ത് നിന്ന് മൊത്തത്തിൽ ഇറാഡിക്കേറ്റ് ചെയ്യുന്ന ഭാഗത്തിൽ സെക്കൻഡ് ഡിസീസ് ആഫ്റ്റർ സ്മോൾ പോക്സ് ആകുന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇത് നമ്മൾ ഈ ഒരു ടൈമിൽ ഡിസ്കസ് ചെയ്യുന്നതിന്റെ കാരണം ഇപ്പം WTO ആയാലും അല്ലെങ്കിൽ പറഞ്ഞ പോലെ WHO ആയാലും അല്ലെങ്കിൽ പറഞ്ഞ പോലെ നമ്മുടെ യുണൈറ്റഡ് നേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ ഒക്കെ ഭാഗമായിട്ട് മലേറിയ, ട്യൂബർകുലോസിസ്, അതുപോലെ നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസ്, ഇവയെല്ലാം തന്നെ 2030 ഇറാഡിക്കേറ്റ് ചെയ്യണമെന്നുള്ളതാണ് ഈ പറഞ്ഞ പോലെ മാർഗ്ഗനിർദ്ദേശം വന്നിരിക്കുന്നത്. സോ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഒരുപാട് നമുക്ക് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതിനകത്ത് ആദ്യം തന്നെ നമുക്ക് ഈ ഗുനിയ വേം ഡിസീസിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കാം. ഈ ഗുനിയ വേം ഡിസീസ് ഓൾസോ നോൺ ആസ് ഈ പറഞ്ഞ പോലെ ഡ്രക്കിൻഗ്ലാസിസ് എന്നറിയപ്പെടുന്നത് ഇസ് കോസ്ഡ് ബൈ ഗുനിയ വേം ആണ്. ബേസിക്കലി ഈ ഒരു ഡിസീസ് കോസ് ചെയ്യുന്നത് പാരസൈറ്റിക് ആണ്, പാരസൈറ്റിക് ഡിസീസ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഗുനിയ വേം ഡിസീസ് ഒരു പാരസൈറ്റിക് ഡിസീസ് കൂടിയാണ്. ദാറ്റ് റെൻഡേഴ്സ് ഇൻഫെക്റ്റഡ് ഇൻഡിവിജ്വൽസ് നോൺ ഫങ്ഷണൽ ഫോർ വീക്സ് ഓർ മന്ത്സ്. ഓക്കെ, ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ഈ ഒരു അസുഖത്തിന്റെ ഈ പറഞ്ഞ രീതിയിൽ ആളുകൾ ബുദ്ധിമുട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ഈ ഒരു ഡിസീസിനെ പ്രൈമർലി അഫക്റ്റ് ചെയ്യുന്ന ആളുകൾ എവിടെയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂറൽ, ഡിപ്രൈവ്ഡ് ആൻഡ് ഐസൊലേറ്റഡ് കമ്മ്യൂണിറ്റീസിൽ വരുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടും ഈ ഒരു അസുഖത്തിന്റെ പിടിയിലേക്ക് അകപ്പെട്ടു പോകുന്നത്. കാരണം അൺക്ലീൻ ആയിട്ടുള്ള, അൺസേഫ് ആയിട്ടുള്ള വാട്ടർ ഡ്രിങ്കിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഈ അസുഖങ്ങൾ കൂടുതലും സ്പ്രെഡ് ചെയ്യുന്നുള്ള കാര്യം ഓർക്കാം. കൂടുതലായിട്ടും ഈ ഡിസീസ് കാണപ്പെടുന്ന ആഫ്രിക്കൻ, ഏഷ്യൻ കൺട്രീസിലാണ് വൈഡ്ലി കാണപ്പെടുന്നത്. തന്നെ ഇതിന്റെ ട്രാൻസ്മിഷൻ സിംറ്റംസ് ഇമ്പാക്ട് നമുക്ക് പഠിച്ചിരിക്കണം. കാരണം ഇത്തരത്തിൽ ഇത് പാരസൈറ്റിക് ഡിസീസ് എന്ന് പറഞ്ഞു. പാരസൈറ്റിക് ഡിസീസ് കോമൺലി പറഞ്ഞ പോലെ സ്റ്റാഗ്നന്റ് വാട്ടറിലൂടെയാണ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അൺക്ലീൻ ആയിട്ടുള്ള വാട്ടേഴ്സിന്റെ കൺസംഷനിലൂടെയാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ കൂടുതലും പരക്കാറുള്ളത്. ദെൻ പാരസൈറ്റ് ഇൻഫെക്റ്റഡ് വാട്ടർ ഫ്ലീസിലൂടെയും ഈ ഒരു അസുഖം സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധ്യതയുള്ള കാര്യം ഓർത്തിരിക്കുക. ഇത് വൺസ് പിടിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു അസുഖം പിടിപെട്ട് കഴിഞ്ഞാൽ പെയിൻഫുൾ ആയിട്ടുള്ള സ്കിൻ ലെഷൻസും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ
വീക്സ് ഓഫ് ഇൻറ്റൻസ് പെയിൻ, സ്വെല്ലിംഗ് ഓൺ ദ സ്കിൻസ്, ഈ പറഞ്ഞ പോലെ തുലപ്പുറം സ്വെല്ല് ചെയ്യുക, അങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങളും ഈ ഒരു ഡിസീസിന്റെ ഭാഗമായിട്ട് ആൾക്കാർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. ദെൻ 90% ഓഫ് ഇൻഫെക്ഷൻസും എവിടെയാണ് കാണപ്പെടുന്നത്? ലെഗ്സിലും അല്ലെങ്കിൽ ലെഗ്സ് ആൻഡ് ഫീറ്റിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അഫക്റ്റിംഗ് ഇൻഡിവിജ്വൽസ് മൊബിലിറ്റി ആൻഡ് എബിലിറ്റി ടു വർക്ക്, ജോലി ചെയ്യാനായിട്ട് പറ്റത്തില്ല, നടക്കാനായിട്ട്, അങ്ങനെയൊക്കെയുള്ള പലവിധ പ്രശ്നങ്ങളും ഈ ഒരു അസുഖം മൂലം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഓർത്തിരിക്കണം, 90% ഇൻഫെക്ഷൻസും ഈ അസുഖം മൂലം കോസ് ചെയ്യുന്നത് ലെഗ്സിലും ഫീറ്റിലും കൂടിയാണ്. ദെൻ ഈ പറഞ്ഞ പോലെ സ്റ്റാഗ്നന്റ് വാട്ടർ കണ്ടാമിനേറ്റഡ് വിത്ത് പാരസൈറ്റ് ഇൻഫെക്റ്റഡ് വാട്ടർ ഫേസിന്റെ കൺസംഷനിലൂടെയാണ് ഈ ഒരു അസുഖം ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്മിറ്റഡ് ആവുന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇനി നമ്മൾ ഒരു കാര്യം പിന്നെ മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് നോ സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ഓർ മെഡിക്കേഷൻസ് ഓർ നോ വാക്സിൻ അറ്റോൾ ആണ് ഉള്ളത്. കാരണം ഈ പറഞ്ഞ ഇന്നലെ നമ്മൾ നമ്മുടെ ഡെങ്കുവിനെ കുറിച്ചിട്ടൊക്കെയാണെങ്കിലും പറഞ്ഞപ്പോൾ തന്നെ ഒരു സ്പെസിഫിക് ട്രീറ്റ്മെന്റോ കാര്യങ്ങളൊന്നും ഈ ഒരു അസുഖത്തിനും ഇല്ല. പക്ഷേ നോർമലി ഈ പറഞ്ഞ പോലെ ഇതുപോലെ വരുന്ന അല്ലെങ്കിൽ ഇതിന് സമാനമായ ലക്ഷണങ്ങൾ കാണിക്കുന്ന അസുഖങ്ങൾക്ക് എന്താണ് ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നത്, ആ ഒരു ട്രീറ്റ്മെന്റ്സ് ആണ് ബേസിക്കലി ഗിനിയ വേം ഡിസീസിന്റെ പേഷ്യൻസിനും കൃത്യമായിട്ട് കൊടുക്കാറുള്ളത്. സോ ഇനി അടുത്ത് നോക്കാനുള്ളത് നമ്മൾ തൊട്ടും പറഞ്ഞില്ലായിരുന്നു, WHO ആണെങ്കിൽ യുണൈറ്റഡ് നേഷൻസിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനാണെങ്കിലും 2030 കൂടി നമ്മൾ കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ് ചെയ്യണമെന്ന് പറയുന്ന മറ്റൊരു ഡിസീസാണ് നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസസ്. അപ്പോൾ എന്താണ് ഈ നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കണം. പേര് പോലെ തന്നെ ട്രോപ്പിക്കൽ ഏരിയാസിലാണ് കൂടുതലായിട്ടും ഈ ഒരു അസുഖം കാണപ്പെടുന്നത്. അതായത് ഏഷ്യ, ആഫ്രിക്ക ആൻഡ് അമേരിക്കൻ റീജിയൻസിലാണ് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള ട്രോപ്പിക്കൽ ഡിസീസസ് ബേസിക്കലി കാണപ്പെടുന്നത്. ഇത് ഒരു 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 എന്താ പറയുക, ഒരു ടൈപ്പ് ഓഫ് ഡിസീസ് മാത്രമല്ല, ഇത് പല രീതിയിൽ കോസ് ചെയ്യുന്ന ഡിസീസിന്റെ ഭാഗമായിട്ട് വരാറുണ്ട്. വൈറസുകളിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ്, ബാക്ടീരിയ മൂലമുണ്ടാകുന്ന പ്രോട്ടോസോവ അല്ലെങ്കിൽ പാരസൈറ്റിക് വേംസ് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ തന്നെ ചേർത്ത് വിളിക്കുന്ന ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള വാക്കാണ് നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസ്. ഓൾമോസ്റ്റ് 20ഓളം ഡിസീസസിന്റെ ഗ്രൂപ്പായിട്ട് വേണമെങ്കിൽ ഈ NTG നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസിനെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ലോകത്തെമ്പാടും 1 ബില്യൺ ആൾക്കാരാണ് ഇത്തരത്തിൽ നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസിന്റെ ഭാഗമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കാര്യം ഓർക്കാം. അപ്പോൾ ഏതൊക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത് വെച്ചാൽ, കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഡെങ്കു, അതുപോലെ ഈ പറഞ്ഞ പോലെ ചിക്കൻ ഗുനിയ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഓൾമോസ്റ്റ് 20ഓളം ഈ പറഞ്ഞ പോലെ ഡിസീസസ് ഉണ്ട് നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസിന്റെ ഭാഗമായിട്ടുള്ള കാര്യം ഓർക്കണം. ദെൻ ഇവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഇത് ഒന്ന് ഈ ഒരു സ്ലൈഡിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം റിപ്പീറ്റഡ്ലി UPSC പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇപ്പം ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഒരു 4-5 ഡിസീസസിന്റെ പേര് തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് വൈറസ് മൂലം ഉണ്ടാകുന്ന ഡിസീസ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നോക്കി, നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസിനകത്ത് വൈറസുകൾ മൂലം ഉണ്ടാകുന്ന ഡിസീസാണ് റാബീസ്, ഡെങ്കു ആൻഡ് ചിക്കൻ ഗുനിയ. പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്ടീരിയ, പ്രോട്ടോസോവ, ഹെൽമെറ്റ്, ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ബേസിക്കലി ഉണ്ട്. ഇതൊന്ന് വായിച്ച അല്ലെങ്കിൽ ഒന്ന് പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ്റെ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് വ്യക്തമായിട്ടും എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇങ്ങനെ ഓരോ ആർട്ടിക്കിൾസ് വായിക്കുമ്പോഴും അതിൽ നിന്നും എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂള്ള കണ്ടന്റ് സെർച്ച് ചെയ്ത് പഠിക്കുവാണെങ്കിൽ എളുപ്പം നിങ്ങൾക്ക് ആ ഒരു ആർട്ടിക്കിൾ വായിച്ച് എക്സാം വ്യൂ പോയിന്റിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ്. ശരിക്കും പറഞ്ഞാൽ എഡിറ്റോറിയൽ 2 ആർട്ടിക്കിൾസ് നമുക്ക് പഠിക്കാനായിട്ടുള്ള എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഉള്ളൂ. ബാക്കിയെല്ലാം റിപ്പീറ്റഡ് ആയിട്ടുള്ളൂ. പിന്നെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സോ സെക്കൻഡ് എഡിറ്റോറിയൽ ആർട്ടിക്കിളാണ് ഡേറ്റ മാർക്കറ്റ് പ്ലേസസ് ദ നെക്സ്റ്റ് ഫ്രണ്ടിയർ എന്നുള്ള ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ആർട്ടിക്കിൾ സൈഡ് ഒപ്പീനിയൻ പേജിനകത്ത് ഉണ്ടായിരുന്ന ഒരു ആർട്ടിക്കിളാണ്. ഇവിടെ നമുക്ക് മെയിനായിട്ട് നോക്കാനായിട്ടുള്ള കുറച്ച് ഡേറ്റാസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കാരണം നമ്മൾ പല ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്, ഇന്ത്യ എന്ന് പറയുന്ന ഉടൻ തന്നെ ഈ പറഞ്ഞ ഒരു 5 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. സോ അത്തരത്തിൽ 5 ട്രില്യൺ ഡോളർ എക്കണോമി ആയിട്ട് മാറുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആരെ തള്ളിക്കളയാൻ പറ്റത്തില്ല, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റ തുടങ്ങിയ കാര്യങ്ങളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു കാലയളവ് 2025 ഇന്ത്യയുടെ GDPയുടെ ഓൾമോസ്റ്റ് 450 മുതൽ 500 ബില്യൺ US$ സംഭാവന ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ ആയിരിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത്രത്തോളം മുന്നേറ്റം ആ ഒരു ഡേറ്റ കളക്ഷൻ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആ മേഖലയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ ഇത്തരത്തിൽ ഡേറ്റ ഈ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ആണെങ്കിലും വെച്ച് വർക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് ഈ ഡേറ്റ കളക്ഷൻ, അല്ലെങ്കിൽ ഡേറ്റ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യണം. ഇപ്പോൾ ഓരോ കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും ഒരു വ്യക്തികളുടെ വിവരങ്ങൾ നമ്മൾ ചോദിച്ചറിയുകയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സർക്കാർ സെർവറുകളിൽ സൂക്ഷിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള ഡേറ്റാസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് മെയിൻലി ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതായത് ഡേറ്റാസ് മെയിൻലി 2 രീതി, ഇത്രയും നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ GDPയിലേക്ക് ആ ഒരു ടൈം പീരീഡ് ആകുമ്പോഴേക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ പറയുമ്പോഴേക്കും ഡേറ്റ കളക്ഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ കളക്ട് ചെയ്യുന്ന ഡേറ്റാസ് ഒക്കെ തന്നെ നമുക്ക് 2 രീതിയിലുണ്ട്, പേഴ്സണൽ ഡേറ്റയും അതുപോലെ നോൺ പേഴ്സണൽ ഡേറ്റയും. അപ്പം ഡേറ്റാസ് ഒക്കെ തന്നെ 2 എണ്ണമാണുള്ളത്. പേഴ്സണൽ ഡേറ്റ ആകാം അല്ലെങ്കിൽ നോൺ പേഴ്സണൽ ഡേറ്റ ആകാം. എന്താണ് അല്ലെങ്കിൽ ഏതൊക്കെ ഡേറ്റാസ് ആണ് പേഴ്സണൽ ഡേറ്റ, ഏതൊക്കെയാണ് നോൺ പേഴ്സണൽ ഡേറ്റ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം പരീക്ഷയ്ക്ക് അങ്ങനെ ആ രീതിയിലൊക്കെ തന്നെ സ്റ്റേറ്റ്മെന്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞുതരാം, പേഴ്സണൽ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡേറ്റ, ഇപ്പോൾ നമുക്ക് കിട്ടിയ ഒരു വിവരം വെച്ചിട്ട് ഒരു വ്യക്തിയെ നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആ വ്യക്തിയിലേക്ക് എത്താനായിട്ട് സാധിക്കുമെങ്കിലും അങ്ങനെയുള്ള വിവരങ്ങളാണ്
പേഴ്സണൽ ഡാറ്റ എന്ന് പറയുന്നത്. ഇപ്പം പറയുവാണെങ്കിൽ ഇപ്പം നമ്മുടെയൊക്കെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഏജ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജെൻഡർ, അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ഒരു വ്യക്തിയിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഡാറ്റാസിനെയാണ് നമ്മൾ പേഴ്സണൽ ഡാറ്റ എന്ന് ബേസിക്കലി സൂചിപ്പിക്കുന്നത്. എന്നാൽ അതേ സാഹചര്യം, അതായത് ഈ പറഞ്ഞ പോലെ പേഴ്സണൽ ഡാറ്റ ദാറ്റ് ഈസ് ഡാറ്റ കണ്ടെയ്നിങ് ഐഡന്റിഫയേഴ്സ് ത്രൂ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ക്യാൻ ബി മാപ്പ്, ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ സാധിക്കുന്ന രീതിയിലേക്കുള്ള ഡാറ്റാസിനെയാണ് നമ്മൾ പേഴ്സണൽ ഡാറ്റ എന്നറിയപ്പെടുന്നത്. എന്നാൽ നോൺ പേഴ്സണൽ ഡാറ്റ എന്ന് പറയുമ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ്, അതായത് ഇത്തരത്തിലുള്ള ഡാറ്റ കൊണ്ട് ഒരു വ്യക്തിയെ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കത്തില്ല. അതായത് ആ ഡാറ്റ കിട്ടിയത് കൊണ്ട് ഏത് വ്യക്തിയാണ് ആ ഡാറ്റയുടെ ഉടമസ്ഥൻ എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ അതൊരു പബ്ലിക് ഗുഡിന്റെ ഭാഗമായിട്ട് പലപ്പോഴും ഗവൺമെന്റ് അത്തരത്തിലുള്ള ഡാറ്റാസ് ഉപയോഗിക്കാറുണ്ട്. ഗവൺമെന്റും പ്രൈവറ്റ് കമ്പനീസൊക്കെ തന്നെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ പുതിയ പുതിയ വാഹനങ്ങളിലൊക്കെ തന്നെ, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന വാഹനങ്ങളിലൊക്കെ തന്നെ പല രീതിയിലുള്ള സെൻസേഴ്സ് ബേസിക്കലി ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ സെൻസേഴ്സ് ഉപയോഗിച്ചിട്ട് പല രീതിയിലുള്ള ഡേറ്റാസ് ആ വാഹന നിർമ്മാണ കമ്പനികൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ വാഹനങ്ങളൊക്കെ തന്നെ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ എന്ന് വിചാരിക്കട്ടെ, ആ ഒരു വാഹനങ്ങളൊക്കെ തന്നെ ഏത് സ്പീഡിലാണ് മിക്കപ്പോഴും അതിൻ്റെ കസ്റ്റമേഴ്സ് വാഹനം ഓടിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ആ വാഹന നിർമ്മാണ കമ്പനികൾക്ക് കിട്ടും ഡേറ്റാസ്, അതായത് ആവറേജ് അവരുടെ കസ്റ്റമേഴ്സ് അവരുടെ വാഹനങ്ങൾ എത്ര സ്പീഡിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങൾ അവരുടെ വാഹനങ്ങളിൽ വരുത്താനായിട്ട്, ഫ്യൂച്ചർ മോഡിഫിക്കേഷൻസ് വേണമെങ്കിൽ അവർക്ക് വരുത്താനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ഡേറ്റ കൊണ്ട് നിങ്ങൾ നോക്കിയാൽ ആ ഒരു എത്ര സ്പീഡിലാണ് പോകുന്നുള്ള ഡേറ്റ കമ്പനി കിട്ടുമ്പോഴേക്കും അത് ഏത് വ്യക്തിയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. ആ ഒരു വ്യക്തിയിലേക്കല്ല ചെല്ലുന്നത്, ആ വാഹനം ഈ പറഞ്ഞ പോലെ പോകുന്ന സ്പീഡേ ഉള്ളൂ. അല്ലാണ്ട് ആരാണ് ആ വണ്ടി ഓടിക്കുന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അതേപോലെ വാഹനങ്ങളുടെ സെൻസസിലൂടെ നമ്മുടെ റോഡുകളുടെ പ്രസന്റ് കണ്ടീഷൻസ് മനസ്സിലാക്കാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ എന്താ പറയുക, റോഡുകളിൽ ഈ പറഞ്ഞ പോലെ ബംസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുഴികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടും എത്രത്തോളം ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ മാനുഫാക്ചേഴ്സിന് റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ അവരുടെ വാഹന കമ്പോണൻസ്, മറ്റ് ഷോക്ക് അബ്സോർബർ അല്ലെങ്കിൽ ആ വാഹനങ്ങളുടെ പലവിധ കമ്പോണൻസ് നിർമ്മിക്കാനായിട്ട് അവരെ സഹായിക്കുന്ന ഡേറ്റാസ് ആണ്. സോ ആ ഡേറ്റാസ് ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ തൊട്ടുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആ വാഹനം ഓടിക്കുന്ന വ്യക്തിയിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കത്തില്ല. സോ എന്നാൽ അതൊരു പബ്ലിക് ഗുഡിന് വേണ്ടി സഹായിക്കുകയും ചെയ്യും. ഇപ്പം ഇവിടുത്തെ ടെമ്പറേച്ചർ മനസ്സിലാക്കാനായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ റെയിൻഫോൾ പാറ്റേൺസ് മനസ്സിലാക്കാനായിട്ടുള്ള ഡേറ്റാസ്, ഇങ്ങനെയുള്ള ഡേറ്റാസ് പലപ്പോഴും പബ്ലിക് ഗുഡിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഉപയോഗിക്കാറുണ്ട്. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ഉപയോഗിക്കാൻ സാധിക്കുന്നത് അതൊരു വ്യക്തിയിലേക്ക് ചെന്നെത്തിച്ചേരാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ പേഴ്സണൽ ഡാറ്റയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. കാരണം പേഴ്സണൽ ഡാറ്റ ലീക്ക് ആയി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടും ആ വ്യക്തിയിലേക്ക് എത്താനായിട്ട് സഹായിച്ചേക്കും എന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു ആർട്ടിക്കിൾ അത്ര ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എന്താണ് പേഴ്സണൽ ഡാറ്റ, നോൺ പേഴ്സണൽ ഡാറ്റ എന്താണ്, പേഴ്സണൽ ഡാറ്റ സംരക്ഷിക്കാനായിട്ട് ഗവൺമെന്റ് കൂടുതൽ മെഷേഴ്സ് സ്വീകരിക്കണം. കാരണം എസ്പെഷ്യലി അപ്കമിങ് ഇയേഴ്സ് എന്ന് പറയുന്ന ഡാറ്റ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ എക്കണോമിയിൽ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ഡാറ്റ കളക്ഷന്റെ ഭാഗമായിട്ട് പേഴ്സണൽ ഡാറ്റയും കളക്ട് ചെയ്യുമ്പോഴേക്കും അത് പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ടും ഗവൺമെന്റ് എൻഷുർ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യമാണ് ഇന്നത്തെ DNA നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. പിന്നെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്